ശബരിമല വിഷയത്തിലായാലും CBI അന്വേഷണം എന്നതിലാണ് BJP ഉറച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലും കേന്ദ്ര അന്വേഷണം വേണമെന്ന് തുടക്കത്തിൽ ഈ ഒരു വിവാദം വന്നതിന് പിന്നാലെ BJP പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു. അതിന് കൃത്യമായ കാരണങ്ങളും BJP നിരത്തിയിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണുള്ളത്? ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എന്താണ് ഇനി വേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും BJPയുടെ ഈ ഒരു വിഷയത്തിലെ തുടർ നടപടികൾ? ഇല്ല, ഇത് BJP നിശ്ചയമായിട്ടും BJP ആണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഈ CBI അന്വേഷണത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമങ്ങളെന്ന് പത്രസമ്മേളനത്തിൽ ആപത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞില്ല. തന്നെയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. 3.5 വർഷക്കാലം നീണ്ടു ഈ വിജിലൻസ് അന്വേഷണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. 3.5 വർഷക്കാലം നീണ്ട ഒരു വിജിലൻസ് അന്വേഷണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 3.5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിന്റെ പ്രഹസനം എന്നുള്ളതാണ്. അതിനുശേഷം 3 വർഷവും 4 മാസങ്ങൾക്ക് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം മറ്റ് ഭരണകക്ഷിയിലേക്ക് ഇവർ വന്നപ്പോൾ അവർക്ക് കൊടുത്ത ക്ലീൻ ചിറ്റ് സ്വാഭാവികമാണ്, അവരങ്ങനെ ഒരു റിപ്പോർട്ട് നൽകത്തുള്ളൂ. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ഈ സമീപകാലത്ത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. CMRൽ ഫണ്ട് തട്ടിപ്പ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണാറ്റിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയുടെ സ്വാധീനത്തിൽ ഏതാണ്ട് 2,72,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് വലിയ വിവാദമാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് തന്നെ കേരളത്തിൽ കത്തിത്തിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു ഇടപെടൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിട്ട് കണ്ടിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ കാര്യമായി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാറില്ല. മാധ്യമങ്ങളാണ് വാസ്തവത്തിൽ ആ വിഷയം കേരളത്തിന്റെ ലൈവ് ലൈറ്റിൽ അതിങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനാണ് ഞാൻ ഈ പണം കൊടുത്തത്, അദ്ദേഹത്തിന് ഉള്ള എന്റെ സ്വാധീനമല്ല എന്റെ സൗഹൃദമാണ് ഈ പണം കൊടുത്തതെന്നൊക്കെ ഈ കരിമണൽ കർത്താവ് തന്നെ പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ ഒരു പ്രതികരണങ്ങൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നില്ല. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വളരെ കൃത്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് ചർച്ചയുടെ തുടക്കത്തിൽ 2ാമത്തെ ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആലോചിച്ച് പറഞ്ഞാണോ എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഫണ്ട് ഈ മണപ്പാട്ട് ഫൗണ്ടേഷനോട് വന്നിട്ടുണ്ട്, ഏതാണ്ട് 120ഓളം വീടുകളോട് പണിത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കുമല്ലേ? ഈ വിജിലൻസ് സെന്ററിന്റെ അടുത്ത് ആ കണക്കുകളെല്ലാം നിരത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ ആരോപണത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫണ്ട് ഇവിടെ വന്നു എന്നുള്ള വസ്തുതയാണെങ്കിൽ ഇങ്ങനെ ഒരു 120 വീടുകള് പറവൂർ നിയോജകമണ്ഡലത്തിൽ അങ്ങനെ ഒരു വീടുകൾ പണിതായിട്ട് ഒരു മാധ്യമം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവര് തന്നെ കൺഫ്യൂഷനിലാണ്. ഈ പണം കൊണ്ടുപോയി ആ പണം എന്തിനാ ഉപയോഗിച്ചെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ അവതരിപ്പിക്കാൻ VD സതീശൻ എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി ബാധ്യസ്ഥരാണ്. ഇല്ല എങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരും. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ സമൂഹത്തിൽ അറിയാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കേരളത്തിൽ കഴിഞ്ഞ 2.5-3 മാസം ആകാൻ പോകുന്നു ഈ മന്ത്രിസഭ നിലവിൽ വന്നിട്ട്. ഈ മന്ത്രിസഭ നിലവിൽ വന്നതിന് ശേഷം വന്നിരിക്കുന്ന ഏതെങ്കിലും ഈ ഇടതുപക്ഷത്തെ കുറിച്ച് ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചും അങ്ങനെ പല PSC അട്ടിമറികളെ കുറിച്ചും PSCയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചും ഏതാണ്ട് 3 ലക്ഷം സഖാക്കൾക്ക് പിൻവാതിലിലൂടെ താൽക്കാലിക ജോലി നൽകിയതിനെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടിരുന്നുണ്ട്. BJP കൃത്യമായ രീതിയിൽ അതിന് നിലപാടെടുത്തുകൊണ്ട് ജനങ്ങളുമായിട്ട് സംവാദിക്കുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? പോലീസിന്റെയും വിജിലൻസിന്റെയും ചുമതലയുള്ള ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഏതെങ്കിലും വിഷയത്തിൽ ഇങ്ങനെ കാര്യങ്ങളിൽ സംസാരിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഷയം മാറ്റാനായിട്ട് ഒരു വളരെ കൃത്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളെ അറേസ് ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല ഈ തൂഫാൻ എന്ന് പറയുന്ന കലാപരിപാടിയായിട്ട് രംഗത്ത് വരും. അപ്പോൾ അതിലേക്ക് കുറച്ചു നാളും മാധ്യമങ്ങൾ മാറും. അപ്പൊ ഇതൊരു ക്ലീൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചർച്ച കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം, പുനർജനി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു. അല്ല എങ്കിൽ അദ്ദേഹം തെളിയിക്കണം. ക്ലീൻ ചിറ്റ് എന്നൊക്കെ പറയുന്നത് തന്റെ കീഴിലുള്ള മന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഞാൻ ആവർത്തിക്കുന്ന റിപ്പീറ്റ്, ആദ്യ നിയമസഭയിൽ ഈ വിഷയം അതേപടി നിഷേധിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട VD സതീശൻ. പിന്നീട് താൻ അത് അംഗീകരിക്കുകയും ചെയ്തു. കാരണം എന്തുകൊണ്ടാ? ആ വീഡിയോ ക്ലിപ്പിംഗ്സ് പുറത്തു വന്ന നിയമസഭയിൽ അന്നത്തെ ഭരണകക്ഷിയിലെ MLA ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ എവിടെ ഈ പണം എന്തിനു ചെലവഴിച്ചു? ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആ നിയമവഴിയിലൂടെ അല്ലാതെ കൊണ്ട് UK പോയി പരസ്യമായിട്ട് ഫണ്ട് പിരിച്ചത് അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്. 2ാമത് ഫണ്ട് എങ്ങോട്ട് പോയി, അത് എവിടെ ചെലവഴിച്ചു, അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് നിയമവിരുദ്ധമാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന് തന്റെ കീഴിലുള്ള ഒരു മന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പിൽ നിന്ന് ക്ലീൻ ചിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല.
ഈ പറയുന്ന 5 വർഷം അദ്ദേഹത്തിന്റെ ആരോപണം നിലനിൽക്കെ കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും വെച്ചു കൊടുത്തു. അവർ പരസ്പരം പല കാര്യങ്ങളിലും ഈ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. പക്ഷെ കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിച്ചാൽ ഇതിന്റെ സകല കാര്യങ്ങളും പുറത്തു വരും. BJP ആവശ്യപ്പെടുന്നു അത് തന്നെയാണ്. ഈ രണ്ട് മുന്നണികളുടെയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും തട്ടിപ്പുകളും ഇനി കേരളത്തിൽ അരങ്ങേറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് BJPയുടെ വ്യക്തമായ നിലപാടും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നിലപാടും.